വേദനിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വികാരമാകുന്ന ഞങ്ങളുടെ സ്വന്തം പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു വാസസ്ഥലത്തോട് എന്നോട് അറിയിക്കുമല്ലോ. ഈ കൂടാരത്തിൽ ഞങ്ങൾ സ്വാർത്ഥത്തോളം കാലം ഭാരതത്തിൽ ഞാനിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം സാക്ഷിക്കുന്നു. ഇനി അങ്ങനെയുള്ള പാവങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും സ്വർഗീയമായി പ്രതീക്ഷയിലേക്ക് തന്റെ പ്രിയ മകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനായി കർത്താവിന്റെ നേരെ സാക്ഷിയായി ജീവിക്കുവാൻ എടുക്കുവാൻ തക്കമുള്ള ദൈവത്തിലുള്ളതായ എല്ലാ ഉപകാരങ്ങൾക്കായി വളരെ ശ്രേഷ്ഠമാണ്. കർത്താവിനെ കണ്ട സഹോദരിമാർ പറഞ്ഞു, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അരുളി ചെയ്ത വാക്യം വിവിധങ്ങളായ മേഖലകളിൽ എല്ലാ പ്രിയമക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ചോദിക്കുന്ന പോലെ ചോദിക്കാനുള്ളപ്പോഴും മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നതായി സഹായിക്കാനുമേ ബലപ്പെടുത്താനുമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 12 മണിയോടുകൂടി ഈ അനന്തരാശിക്ക് തുടങ്ങുവാൻ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇഷ്ടമല്ല, അവിടുത്തെ വിശുദ്ധം സാന്നിധ്യം മനസ്സിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവെ അതിന് വേണ്ടതായ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുവാനും സഹായിക്കാനുമേ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയെ നൽകുവാൻ പറ്റുവാനും എൻ്റെ പ്രിയമക്കളെയൊക്കെ അവന് സഹായിക്കണമേ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന അകത്ത് പ്രവേശിച്ച് ലോകത്തിൻ്റെ ആരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്ന ആ ഇമ്പകരമായ ശബ്ദം തൻ്റെ പ്രിയമകനെ കേൾപ്പിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പ് എന്നും ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കടക്കാരോടെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടെ നീ ക്ഷമിച്ചുകൊള്ളണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്, വിനയാദോഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും ഭാഗത്തുള്ള എന്ന് വന്നേക്കും കണക്കുള്ളതാവുന്നു. ആമേൻ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടും കാവലും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചതായ എല്ലാ വിഷയത്തിന്മേലും ശാരീരികമായ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയമകൻ്റെ ആത്മാവിന്മേലും ഈ ഭവനത്തിൽ ദുഃഖിച്ചിരിക്കുന്നവരുടെ മേലും ഭവനവാസികളുടെ മേലും തുടർന്ന് നടക്കുവാനുള്ളതായ എല്ലാ ശുശ്രൂഷയിന്മേലും ഈ ദേശത്തിന്മേലും ദേശവാസികളുടെ മേലും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇമ്പമുള്ള ജീവിതം
തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർദ്ദനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ കഴിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടി പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ശ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 20 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക്
ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. എന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ കത്തിയുള്ളൂ ഞാൻ ചെറുതായിട്ട് മടക്കി ലേശം കൊണ്ടുപോയത് കൂടിപ്പോകുന്നതായി പറഞ്ഞ മനസ്സിലായാലും ചെറിയ ഷീറ്റോട് കട്ടി ഒത്തിരി ഉണ്ടോ തലക്കെട്ട് പോവുകയും ചെയ്യരുത്. ഷോൾഡറിന് പോകും. അതുകൊണ്ടൊരു കലമുറ കണ്ണാടി സാധാരണ കണ്ടിരിക്കാറില്ല. ഇല്ല. മതി, കുഴപ്പമില്ല. ആ തുണി ഈ സൈഡിലോട്ട് ഒരു തോർത്തെടുത്താലും വെള്ള തോർ
പുറത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവര് അധികം തള്ളി കയറാതെ പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവർക്കും കാണാനുള്ള അവസരം ഒരുക്കി തരാം. ആരും അതെ തള്ളി ഇവിടുത്തെ ക്രമീകരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ അളവില്ലാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കോണം ഈ രാവിലെ സമയം നിന്റെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് വിളിച്ച് അപേക്ഷിപ്പാൻ ഉയരത്തിലൊരു ദൈവം ഉള്ളത് കൊണ്ട് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭൂമിയിലുള്ള ആര് സ്നേഹിക്കുന്നതിനേക്കാൾ കരുതുന്നതിനേക്കാൾ ഞങ്ങളെ അത്യധികമായി കരുതുന്ന ഒരു ദൈവം, ഒരു പിതാവ് ഞങ്ങൾക്കായിട്ട് എല്ലാം ഇപ്പോഴും ഉള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ജീവിതത്തിന്റെ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെ വേളകളിൽ അകന്നു പോകാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള കർത്താവെ ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ കൊണ്ട് നീ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എണ്ണിക്കൂടാത്ത നന്മകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നീ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാ. നീ ദോഷമായി ഒന്നും പ്രവർത്തിക്കുകയില്ലല്ലോ. നീ സകലം കർത്താവെ നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കുന്നുണ്ട്. സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, അങ്ങയുടെ വിലപ്പെട്ട ദാസനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജനനം മുതൽ ഈ 90-ാം വയസ്സ് വരെയും നീ എത്ര നല്ലവനും വിശ്വസനമായിരുന്നു. കടന്നുപോയ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കർത്താവെ, പല കാര്യങ്ങളും ഞങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിലും എല്ലാം ഉള്ളതുപോലെ അറിഞ്ഞ ഒരു ഉടയവൻ ഉയരത്തിൽ അധിവസിച്ച് നിന്റെ ദാസനിൽ കൂടെ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം. കർത്താവെ, വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും കുടുംബ ജീവിതത്തിലും അതുപോലെ തന്നെ കർത്താവെ, അവിടുത്തെ മഹത്വകരമായ ശുശ്രൂഷയുടെ രംഗങ്ങളിലൊക്കെ കർത്താവിന്റെ ദാസനെ കൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള അതേ കർത്താവെ ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിർവഹിച്ചുവാൻ തക്കോണം സ്വർഗം അവിടുന്ന് അവസരങ്ങളെ നൽകി. ദൈവമായ കർത്താവെ, പ്രവർത്തനത്തിന്റെ പ്രവൃത്തിയുടേതായ പൂർത്തീകരണമായപ്പോൾ ഇവിടെ കയറി വരിക എന്നുള്ള ഇമ്പമായ ശബ്ദം നിന്റെ ദാസനെ നീ കേൾപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്റെ ദാസനെ കർത്തൃസന്നിധിയിൽ ചേർത്തത് കൊണ്ട് തിരുനാമത്തിന് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കരുതുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായി ഉന്നതമായ നിലയിലാണ് നീ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരാശപ്പെടുവാനായിട്ടില്ല കർത്താവേ, ദുഃഖിക്കുവാനില്ല കർത്താവേ. ഞങ്ങൾ അതിലെല്ലാം ദൈവികമായിട്ടുള്ള പ്രവൃത്തിയുടെ മഹത്വം കണ്ടെത്തുവാൻ തക്കോണം സ്വർഗം അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. എന്റെ ദാസൻ ഞങ്ങളെ പ്രാർത്ഥിച്ചു, മറിച്ചിൽ ചില ദിവസങ്ങൾ സൂക്ഷിച്ചു എന്ന് ഞങ്ങൾ കർത്താവെ കടന്നുപോയി. കർത്താവിനെ നിന്റെ ദാസനെയുമായി ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വന്നു. ദൈവമായ കർത്താവെ, യാത്രയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. യാതൊരു വിധമായ പ്രയാസവും കൂടാതെ വണ്ണം ഭവനത്തിൽ എത്തിച്ചേരുവാൻ സ്വർഗം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി ചില മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ കർത്താവെ നിന്റെ ദാസന്റേതായ ശുശ്രൂഷകളുടെ ബന്ധത്തിലായിരിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. താവെ, എല്ലാവരും നീ ആശ്വസിപ്പിക്കണമേ. പ്രിയ അമ്മച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. താവെ, ഏറ്റവും അധികം വേദനയുടെ സമയമാ. താവെ, ദുഃഖത്തിൻ്റെതായ ഈ അവസരം അങ്ങയുടെ സാന്നിധ്യം നൽകി നിന്റെ ദാസ്യനെ കർത്താവെ സമാശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാ. കർത്താവെ, ശുശ്രൂഷയുടെ ഈ അവസരങ്ങളൊക്കെ അതിജീവിക്കാനുള്ള പ്രത്യേകമായ കൃപ നിന്റെ ദാസ്യക്ക് നീ കൊടുക്കണം. മനസ്സിന്റെ ഭാരത്തെ മാറ്റണം. മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, മരുമക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, സ്നേഹിതരായി കർത്താവയുടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ വേർപാട് ഞങ്ങൾക്കൊക്കെ ദുഃഖമാണെങ്കിലും കർത്താവെ, ഞങ്ങളൊക്കെ അതേ സമയം പാലിക്കുവാൻ നിൽക്കണം. കർത്താവെ സമാധാനം കണ്ടെത്തുവാൻ സ്വർഗം സഹായിക്കണം. ഈ സമയത്ത് കർത്താവെ, എന്റെ ദാസന് നിശ്ചയിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ശുശ്രൂഷ ചെയ്ത് നിന്റെ ദാസനെ സമാധാനത്തോടെ യാത്രയായിരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നടക്കുന്നതായ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ശുശ്രൂഷയായി തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയ്ക്ക് സാക്ഷി വഹിക്കാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കണം. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിമാര്, അച്ഛന്മാര്, സുവിശേഷന്മാര്, സേവനമാര്, സഭാ സ്നേഹികൾ, നിന്റെ ദാസന് ശുശ്രൂഷ ചെയ്ത ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ കടന്നു വരണം. അവരുടെ യാത്രയിലൊക്കെ കൂടെ ഇരിക്കണം. തക്ക സമയത്ത് കടന്നു വരുവാൻ സഹായിക്കണം. എല്ലാ നിലകളിലും കർത്താവെ, ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണം. അതിലുപരിയായി കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലം തരണം കർത്താവെ. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷ ഒന്നും ഭംഗിയായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. ദേശം അറിയട്ടെ യേശുവിന്റെ ശക്തി. ഞങ്ങൾ സേവിക്കുന്ന ദൈവം
ഇന്ന് പകൽക്കാലം അതേ ശാന്തമായ കാലാവസ്ഥയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയ്ക്ക് യാതൊരു പ്രയാസവും വരാതെ വേണം കാര്യങ്ങൾ ക്രമീകരിപ്പാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണം. അങ്ങയുടെ ബലമേറിയ കരങ്ങളിൽ ഞങ്ങളെ സകലൊന്നും ഫലമേൽപ്പിക്കുന്നു. നീ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. നീ ഞങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ലാത്തോണ്ട് സ്തോത്രം. കർത്തൃകരങ്ങളെ താഴ്ത്തിയേൽപ്പിക്കട്ടെ, മഹത്വം കൊടുക്കണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം ഉണ്ടായി കേൾക്കുമാറാകണമേ. യേശുവേ നന്ദി, സ്തോത്രം. കാണാനുള്ള പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് കൂട്ടത്തോട് തള്ളി വരാതെ അത് ലൈനായിട്ട് വന്ന് കണ്ട് അത് പുറത്തോട്ട് പോകാനുള്ള സൗകര്യമുണ്ടോ അത് തിരിച്ച് ഇവിടുന്ന് അതെ അകത്തോട്ട് കയറി അത് വെളിയിലേക്ക് വന്ന് സൗകര്യമായ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാനുള്ള ക്രമീകരണമുണ്ട്. അതുകൊണ്ട് കാണാനുള്ള പ്രിയപ്പെട്ടവരെ തള്ളി എല്ലാവരുടെ കയറി വരാതെ ലൈനായിട്ട് വന്ന് കണ്ടിട്ട് പോകാനുള്ള ക്രമീകരണം. ഈ ഭാഗത്ത് ഒരു ചെറിയ വഴി ഒഴിഞ്ഞു കൊടുത്താട്ട് എല്ലാവരും രണ്ട് ഭാഗത്തോട്ട് അത് ഒരാൾ അങ്ങോട്ട് പോകത്തേക്കോണമുള്ള ഒരു ഗ്യാപ്പ് ഇട്ടാട്ട് അവിടെ എല്ലാം കാണാനുള്ളവര് വരിയായിട്ട് വന്ന് കണ്ടാട്ട് ഒരാള് അമ്മയുടെ സുസ്മയോ ഒരു മിനിറ്റ്. അവര് തെറ്റിയ പലതും നമ്മൾ കണ്ടതാണ്. കാരണം കുറച്ച് എനിക്ക് തണുപ്പ് മാറുമ്പോൾ ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റും. കണ്ട ഒരു നോക്ക് കണ്ട പ്രിയപ്പെട്ടവര് മുറിക്കുള്ളിൽ തള്ളി നിൽക്കരുത്. പിന്നെ അവസരങ്ങൾ ലഭിക്കും. വേണ്ടുവോളം കാണാനുള്ള അവസരമുണ്ട്. ഇപ്പൊ അത്യാവശ്യത്തിന് ഒന്ന് കണ്ടുപോകണം എന്നുള്ള പ്രിയപ്പെട്ടവർ കൂടെ സൗകര്യം ഒരുക്കി കൊടുക്കണം. കണ്ടവര് കണ്ടിട്ട് അവിടെ തന്നെ നിൽക്കാതെ സൗകര്യമായ സ്ഥാനത്തോട്ട് മാറി നിന്നാട്ട് ബാക്കിയുള്ളവരുടെ കാണാനുള്ള സൗകര്യം ഒരുക്കിയാട്ട് ഈ വാതിലിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ശകലം വഴി ഒഴിച്ചിട്ടാട്ട് കണ്ടവര് ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് വരാനുള്ള ക്രമീകരണം.
എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട യുവജനങ്ങളുടെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന അന്ന് ഈ സമയങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസവചനങ്ങൾ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ. അങ്ങനെയുള്ളതായ ഒരു നിലയിലാണ് മുന്നോട്ട് പോകുവാനായിട്ട് നാം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സഭയുടേതായിട്ടുള്ള പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സഭയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യൂസ് എബ്രഹാം അച്ഛനുണ്ട്. സഭയുടെ ട്രഷറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു തോമസ് അച്ഛനുണ്ട്. മുൻകാലങ്ങളിൽ ട്രഷറായി സേവനം ചെയ്ത ജോൺ അച്ഛനുണ്ട്. ഇവർക്കൊക്കെ ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെയും ഇതിൽ സമ്മതിക്കണം എന്ന് അതിയായ താല്പര്യമുള്ളവരാണ്. ആ നിലയിലാണ് രഹസ്യമായിട്ടുള്ള ബന്ധം. എന്നാൽ പറഞ്ഞതായിട്ടുള്ള ബഹുമാനികളായിട്ടുള്ള അച്ഛന്മാർക്ക് ഇന്ന് ബോംബെക്ക് കടന്നു പോകണം. 10:30 മണിക്കുള്ളതായിട്ടുള്ള ട്രെയിനിൽ അവർക്ക് മടങ്ങി പോകണം എന്നുള്ള തിടുക്കത്തിൻ്റെതായിട്ടുള്ള ഒരവസരത്തിലാണ് അവര് ഇത്രയും അത് തിരക്കുള്ളതായിട്ടുള്ള സമയത്തും അവരോട് എത്തി ഈ പ്രിയപ്രദാസന്റെ പുതുശരീരങ്ങൾക്ക് കാണാനും ആശ്വാസവചനങ്ങൾ അറിയിക്കുവാനും ഒക്കെ ഈ തിരക്കം പിടിച്ചതായിട്ടുള്ള സമയത്തിനുള്ളിൽ അവർ കടന്നു വന്നത്. അതുകൊണ്ട് അവർക്ക് ആ നിലയിലുള്ളതായ ക്രമീകരിക്കപ്പെട്ടതായ ശുശ്രൂഷയെ സമ്മതിക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അവർക്ക് അല്പമായ ആശ്വാസവചനങ്ങൾ അറിയിക്കുവാനുള്ള അവസരം, സഭയുടേതായ അനുശോചനം അറിയിക്കാനുള്ള അവസരം അത് നൽകുവാണ്. ബഹുമാനപ്പെട്ട ബിജു തോമസ് അച്ഛന് ഇപ്പോൾ അനുശോചനം അറിയിക്കും. മാത്യൂസ് അച്ഛനും ചുറ്റുപാടുകളിൽ അനുശോചനം അറിയിക്കും. അതിനുള്ള അവസരം നൽകുന്നു. അതെ, അച്ഛനെ ക്ഷണിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ഉപദേശിന്റെ യോഗത്തിൽ മുഖ്യരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വൈദിക സ്നേഹിതരെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വന്ദനമായിരുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ചും കർത്താവിന്റെ വേരോടുള്ള ബന്ധത്തിൽ നമുക്ക് മറക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉപദേശി. എന്നെ സംബന്ധിച്ച് കുളക്കട ഇടവകയുടെ ഒരു അംഗം എന്ന നിലയിൽ എൻ്റെ ബാല്യകാലം മുതൽ എനിക്ക് ഈ ഭവനത്തെ പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ഉപദേശിയെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ആത്മീയ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ദേവദാസന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉപദേശി. ഞാൻ ഇതുപോലെ ഭവനത്തിൽ വരികയും അപ്പച്ചനോടും അമ്മച്ചോടും ഇവിടെയുള്ള മക്കളോടും ഒക്കെ ആത്മീയ സ്നേഹബന്ധം ഉണ്ടാകുവാൻ വിഭാഗങ്ങളോടുമൊക്കെ ആ നിലയിൽ സഹകരിപ്പാൻ എനിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പും നമ്മുടെ സഭയുടെ ഗോൾഡ് യൂത്തി ഓഫീസ് കോൺഗ്രസിന്റെ പ്രതിഷ്ഠാത്വത്തിലേക്ക് ക്ഷണിക്കുവാൻ ഞാൻ ഈ ഭവനത്തിൽ അപ്പച്ചനെ കാണാനായിട്ട് വന്നു. വളരെ ആവശ്യത്തോടെ ആ കാര്യങ്ങൾ സംസാരിച്ചു. എന്നോട് പറഞ്ഞു, എനിക്ക് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും കഴിയുന്നില്ല. എൻ്റെ പ്രത്യേക ആശംസ അവിടെ പറയണം. സഭയെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ദേവദാസൻ മാത്രമല്ല, അനേക ഇടങ്ങളിൽ കർത്താവിന്റെ വേലയുമായി ഇടവകളിലും വീടുകളിലും ഒക്കെ കയറി ഇറങ്ങി ശുശ്രൂഷ നടത്തിയ ദേവദാസൻ. എനിക്ക് ഉപദേശത്തെക്കുറിച്ച് ഏറ്റവും എടുത്തുപറയാനുള്ള ഒരു പ്രത്യേകത, അരമണിക്കൂർ പ്രസംഗത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞത് 40 വാക്യമാണ്. വേറെ പുസ്തകത്തിലെ വാക്യങ്ങൾ ഇതുപോലെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരാളെ എന്നെ കുറിച്ച് പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിൾ വാക്യങ്ങൾ, വേറെ പുസ്തകത്തിലെ വചനങ്ങൾ വളരെ വ്യക്തമാണ്. തെറ്റിയാൽ ആ സത്യം പറയുകയും ചെയ്യും. ദൈവത്തിലുള്ള വലിയ ആഴമേറിയ വിശ്വാസവും കർത്താവിന്റെ വേലയിലുള്ള തീഷ്ണതയും ഒക്കെ നന്നായി കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇടവകയിൽ ദീർഘകാലം ഉപദേശിയായിട്ട് പ്രവർത്തിച്ചു. സഭയിൽ അനുഗ്രഹമായ ശുശ്രൂഷിച്ചു. ദീപാവലിയുടെ അമ്മച്ചിയും ഇവിടെയുള്ള മക്കളെല്ലാവരും പ്രവർത്തിച്ചാലും പ്രത്യേകിച്ച് യേശുനാമം ശുശ്രൂഷയുടെ മക്കൾക്ക് വളരെ വിലമതിക്കപ്പെടുന്ന ആളുകളാണ്. എപ്പോഴും വിളിക്കുമ്പോഴും അച്ഛൻ്റെ കാര്യം സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ സമയത്തിൻ്റെ മുമ്പിൽ മറ്റേ അത്യാവശ്യം നോക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ട അമ്മച്ചോടും പ്രിയപ്പെട്ട ജോൺസിച്ചാനോടും എൽസിനാവോടും എല്ലാ മക്കളോടും അതുപോലെ പെങ്ങൾ അമ്മച്ചിയോടും ഈ കുടുംബത്തിലെ എല്ലാവരോടും, പ്രത്യേകിച്ച് ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ ദേവിയോടും ദേശത്തിനോടും ഒക്കെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ, എൻ്റെ ഇടവകയുടെ പേരിൽ, വളരെ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന എറണാകുളം യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഒക്കെയുള്ള പ്രത്യേകിച്ച് സഭയുടെ പ്രവർത്തനത്തിലുള്ള ഒരാളെന്ന നിലയിലും കൂടെ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ദുഃഖത്തിലുള്ള കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. വേദപുസ്തകത്തിൽ ഒരു വാക്യം മാത്രം ഞാൻ പറയട്ടെ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഏകദേശം നമ്മളെ വിട്ടുകടന്നു പോകുമെങ്കിലും ദൈവസന്നിധിയിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്ര ചെയ്യിക്കാം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വലുതായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യൂസ് പി അബ്രഹാച്ചൻ അനുസ്മരണത്തിൽ അറിയിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈദികർ, കർത്താവിന്റെ പ്രിയപ്പെട്ടവർ, ഒരുപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അപ്പോൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹാനന്ദനം അറിയിക്കും. ഞങ്ങളെ വിട്ട് പിരിഞ്ഞ കർത്താവിന്റെ ദാസൻ പ്രദേശി, ഞാൻ ഗീവർഗീസ് പ്രദേശി, കെ ഗീവർഗീസ് പ്രദേശി എന്നാണ് എനിക്ക് ആദ്യം മുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ഓർമ്മകൾ ഓടിയെത്തുന്നത് 1979 ഞാനൊരു പ്രീഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, പ്രീഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവധിക്കാലത്ത് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ സുവിശേഷ പ്രവർത്തന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കോയിമ്പുറം പഞ്ചായത്തിൽ ഒരു തീവ്രയത്ന സുവിശേഷ വേല നടത്തപ്പെട്ടു. എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ച് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദൗത്യം. അപ്പോൾ ഈ കോയിപ്പുറം പഞ്ചായത്തിന്റെ ഒരു ഭാഗം ഞാൻ താമസിക്കുന്ന ഇടയാറുമുള എന്ന പ്രദേശത്തിന്റെ നേരെ അക്കരയാണ്. പമ്പാ നദിയുടെ 2 കരയിൽ, മറ്റേ കരയിൽ കോയിപ്പുറം പഞ്ചായത്തിന്റെ ഭാഗങ്ങളും ഞങ്ങൾ താമസിക്കുന്ന ഇടയാറുമുളയും. ഈ ദിവസങ്ങളൊക്കെ ഈ തീവ്രയത്ന സുവിശേഷ വേലയിൽ പങ്കെടുത്ത സുവിശേഷ പ്രവർത്തകർ പലരും ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളാണ് താമസിച്ചത്. പ്രിയ മുന്നൂറ്റി പ്രദേശം 2 പേരും
ഞങ്ങളുടെ ഭവനങ്ങളിൽ താമസിച്ചു. അന്ന് പയ്യനായിരിക്കുന്ന എന്നെയും കൊണ്ട് 3 ദിവസം ഞാനും പ്രിയ കുഞ്ഞു പ്രദേശിയും വള്ളം കയറി അക്കരെ ചെന്ന് അവിടുത്തെ ചില വാർഡുകളിൽ ഓർഡേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ ദാസൻ വളരെ ദീർഘകായനായ മനുഷ്യൻ, ഞാനൊരു കൊച്ചു പക്ഷേ എന്നെ പിടിച്ചുകൊണ്ട് ഈ വീടുകളൊക്കെ കയറി ഒരു വീട്ടിൽ ചെന്നപ്പോൾ വളരെ പ്രതീക്ഷമായി ഇത് പറയുന്നതിനുള്ള നീരസം അറിയിച്ചുകൊണ്ട് വളരെ ദേഷ്യത്തോടെ ആക്രോശിച്ചുകൊണ്ട് ഒരു സഹോദരൻ ഞങ്ങളോട് ഇടപെട്ടു. അപ്പോഴൊക്കെ ഞാൻ വളരെ പേടിച്ച് കുഞ്ഞുദേശിയുടെ കാലിന്റെ പുറകിലേക്ക് നീങ്ങി നിന്നു. എന്നെ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് ആ സഹോദരനോട് വളരെ സൗമ്യമായി മറുപടി പറഞ്ഞ് അവിടെ നിന്ന് കടന്നു പോകുന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ വളരെ പേടിച്ചു പോയതുകൊണ്ട് ഞാൻ കുഞ്ഞുദേശിയോട് ചോദിച്ചു, നമ്മൾ അങ്ങനെയൊക്കെ തോന്നി ഇറങ്ങിപ്പോയി മോനെ, നമ്മള് അവിടെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മൾ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാനല്ലേ വന്നത്, അതിന് നമ്മളെന്തിനാ പറയപ്പെടുന്നത് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും പിന്നീടും പല ഭാഗങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കടലിൽ വരാനിടയായി. എന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു തന്ന ഒരു വലിയ ദൈവദാസന്റെ മൃതശരീരത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു. എന്റെ മനസ്സിൽ എന്നും മായാതെ ഒരു മുദ്ര പതിപ്പിച്ച ഒരു കർത്താവിന്റെ ദാസനാണ് പ്രിയ കുഞ്ഞുദേശി. ഒരു 40 വർഷങ്ങൾ പിന്നിട്ടു എങ്കിലും ഇന്നും ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്കുകളും എന്റെ കാതുകളിൽ മുഴുവൻ വളരെ ധീരതയോടെ ദൈവകൃപയോടെ പ്രത്യാശയോടെ കർത്താവിന്റെ വേല ചെയ്തു. ഈ ബുക്ക്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന 55 വർഷക്കാലം കർത്താവിന്റെ അയൽ പ്രദേശത്ത് അഭിമാനിച്ചു. ദൈവം അനുഗ്രഹീതമായ ജീവിതം കൊടുത്തു. അമ്മച്ചിയും പ്രിയ മക്കളും എല്ലാവരും കർത്താവിന്റെ ബന്ധത്തിൽ അയൽപ്പാനായിട്ട് ഇടയാക്കുന്നു. പ്രിയ സഹോദരൻ ജോൺസൺ ഇടവകയിലും വിദേശത്തും ഒക്കെ അനുഗ്രഹീതമായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായ സഹോദരി എൽസി വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കണ്ട നാൾ മുതൽ ഇന്ന് വരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രിയ സഹോദരിയുമായിട്ട് കഴിഞ്ഞു. പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ കർത്തദാസൻ കാണിച്ച നല്ല മാതൃകകൾ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിനൊക്കെ ഇന്ന് 10:30-ക്കുള്ള ട്രെയിനിൽ ഞങ്ങൾക്ക് പോകേണ്ടത് കൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ സമയം അനുവദിക്കുന്നില്ല. ഞങ്ങൾ കടന്നു പോവുകയാണ്. ഈ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന്റെ സഭയ്ക്ക് ദാസനോട് ചെയ്ത എല്ലാ സേവനങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയിക്കുന്നുണ്ട്. സഭയുടെയും സഭാ കൗൺസിലിന്റെയും പേരിലുള്ള അനുശോചനവും ദുഃഖവും ഇവിടെ രേഖപ്പെടുത്തുന്നു. കർത്താവിനുള്ള വലിയ പ്രത്യാശ കർത്താവിന്റെ അയൽ പ്രദേശത്ത് അധ്വാനിച്ചു. നീയോ ദാനിയേലിൽ പോയിക്കൊള്ളുക, എന്റെ ഓർഡറിൽ ലഭിക്കാൻ എഴുന്നേറ്റ് വരുമെന്നുള്ള വലിയ വാഗ്ദത്തം പ്രിയ കുഞ്ഞുദേശിയുടെ കാര്യത്തിൽ വലിയ വാഗ്ദത്തം നമുക്കുണ്ട്. നിത്യതയുടെ പൊൻപുലരിയിൽ പ്രിയ കർത്തദാസനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരത്തിന് യാത്രയപ്പ് നൽകുന്നു. ദൈവം നമ്മെ എവരെയും ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജു തോമസ് സംസാരിച്ചു. മുൻ ട്രഷറർ ജോൺ വി ജോണച്ചൻ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ സഭാ കൗൺസിൽ അംഗം ഈക്കൊള്ളൂർ സ്വദേശി സഹോദരൻ സജി ജോസഫ് ഞങ്ങളോടൊപ്പം കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുമിച്ച് മടങ്ങി പോകേണ്ടതുണ്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ വി ജോണച്ചൻ ഇപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു, നാം ഈ ആയുസിൽ മാത്രം പ്രത്യാശ ചെയ്യുന്നെങ്കിൽ സകല മനുഷ്യന്മാരാകുന്നു. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തല്ല, ദൈവപ്രശ്നത്തിലൂടെ. കുഞ്ഞു ദേശം സംബന്ധിച്ചിടത്തോളം കർത്താവിനെ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിതം കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എൻ്റെ ചെറിയ പ്രായത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 40 വർഷത്തിന് മുമ്പ് തൊട്ട് അടുത്തറിയാനായിട്ട് പലപ്പോഴും അധികം സാധിച്ചിട്ടില്ലെങ്കിലും അറിയാവുന്നതായ അദ്ദേഹമാണ്. നിങ്ങളെ പറയുമ്പോൾ ഐവരകാല കുഞ്ഞു ഉദ്ദേശി എന്നാണ് പറയാറുള്ളത്. എൻ്റെ ചെറിയ പ്രായം മുതൽ ആ ഉദ്ദേശിയെ കാണും. അപ്പോൾ അത് ഭയന്നാണ് മാറി നിൽക്കും. കാരണം വളരെ ധീരനായ ഒരു മനുഷ്യൻ, വളരെ കർക്കശമായി സംസാരിക്കും, എന്നാൽ വളരെ ധന്യമായി ഒരു ജീവിതം നയിക്കുകയും യേശുക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ നിൽക്കുകയും ചെയ്തതായ ദീർഘകായനായ ഒരു അദ്ദേഹമാണ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിരുന്നത്. ഇന്ന് കടന്നു വരാൻ അസൗകര്യമുണ്ടായിട്ടും കുഞ്ഞുദേശത്ത് കാണാതിരിക്കുന്നത് വളരെ പ്രയാസമാണ് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാനും
ഈ ഇവിടെ അച്ഛന്മാർക്കൊപ്പം രാവിലെ കടന്നു ഇടയാക്കുന്നത് രോഗിയായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം വന്ന് കാണാനായിട്ട് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം പണിത് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അതൊക്കെ സംസാരിക്കുമ്പോൾ വളരെ താല്പര്യത്തോടെ സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷകളെക്കുറിച്ചും സഭയെക്കുറിച്ചും സഭയുടെ ആവശ്യങ്ങളെക്കുറിച്ചും സഭയുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ വളരെ സഭയെ സ്നേഹിക്കുകയും സുവിശേഷത്തിന്റെ ദീർഘനായ പോരാളിയായി നിന്നുകൊണ്ട് അധ്വാനിക്കുകയും ചെയ്തതായ രംഗമാണ് അവരുടെ കടന്നു പോയിരിക്കുന്നത്. നമ്മുടെ പഴയ കാല സുവിശേഷന്മാരിൽ ഇനിയും വളരെയധികം ആളുകൾ ആരുമില്ല. മിക്കവാറുമൊക്കെ നമ്മളെ വീട്ടിൽ കടന്നു പോയിരിക്കുകയാണ്. അന്ന് സഭയുടെ ആരംഭകാലം മുതൽ സഭയിൽ പ്രവർത്തിച്ചതായ അദ്ദേഹമാണ് ഈ ഉപദേശിക്കുന്നതായ പ്രവർത്തിയും അദ്ദേഹത്തിന്റെ സ്വാസ്നേഹം ദൈവസ്നേഹം കർത്താവിന് വേണ്ടിയുള്ളതായ പ്രിയമായ ജീവിതത്തെ ഓർത്ത് സ്വാഗതം ചെയ്യുകയും പ്രിയമക്കളെയും പ്രിയമ്മച്ചയും സ്വർഗസ്നായനെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ നഗരാധി സംഘടനയും അനുശോചനം ഈ സമയത്ത് അറിയിക്കട്ടെ. സ്വർഗസ്നായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും പ്രത്യാശയോടെ പിതാവിനെ യാത്രയക്കാനായിട്ട് എല്ലാവരും കർത്താവിനെയാക്കുകയും ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുന്ന് മരണത്തിന്മേലും ജീവനുമേലും അധികാരമുള്ള ദൈവമാകുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ ഞങ്ങൾക്ക് ആയുസ്സിന്റെ കർത്താവ് നൽകി അതിന്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും തിരുക്കരങ്ങളുടെ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ ഞങ്ങൾക്ക് സ്ഥിരമായി വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് നിത്യമായ സ്ഥിരമായ ജീവിത കർത്താവായ യേശു ഒരുക്കുന്നുണ്ട്. അതിന്റെ പാപം അതിന്റെ അവകാശികളായി തീരുന്നതായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സർവരൂപനായി പോവുകയാണ്. ഞാൻ അവിടെ സർവരിക്കാൻ പിന്നെയും നിങ്ങളെ അടുക്കൽ ചേർത്തുകൊള്ളുന്ന തന്നെയായിരുന്നു നാഥൻ. അവിടെ വാക്ക് നിറവേറ്റുന്ന കാലം വളരെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പ്രത്യാശയോടെ ജീവിക്കാനായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ ഉപദേശിക്കുക കർത്താവ് ദീർഘായുസിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നൽകിയതായ ആയുസ്സും ആരോഗ്യവും സമയവും പണവും ഒക്കെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാനായി സുഖസ്നായ ദൈവം സഹായിക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവസാനം വരെയും വളരെ പ്രത്യാശയോടെ ജീവിക്കാൻ കർത്താവെ ആക്കി ചുരുങ്ങിയ കാലങ്ങളിൽ കർത്താവെ ക്ഷീണമായ പ്രയാസമായ എന്തെങ്കിലും സൂക്ഷിക്കാൻ പ്രകാശത്തിൽ വരികയും നമ്മുടെ എല്ലാ സൗകര്യങ്ങളും കർത്താവ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളെ വിട്ട് അഭിഞ്ഞ് പോകുന്ന സമയത്ത് പ്രത്യാശയോടെ യാത്ര അയക്കാനായി എല്ലാവരും കർത്താവ് സഹായിക്കുകയും ശേഷാൽ പ്രിയമച്ചിയും മകനും മക്കളും എല്ലാവർക്കും കർത്താവ് ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലേക്ക് വേണ്ടി മക്കൾ മകളെ നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സമയങ്ങളിൽ മകളെയും കർത്താവപ്പെടുത്തുക. അടികളെ കടന്നു പോകുന്ന കർത്താവ് സന്നിധിയും കൊണ്ടിരിക്കണം. തുടർന്ന് വാശിന്റെ കർത്താവ് അനുഗ്രഹിക്കണം. സർവ്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ധാരാളം പേരെ അനുസരിച്ച് പറയുവാനായിട്ടുണ്ട്. മറ്റു പല ശുശ്രൂഷകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണല്ലോ ഈ സന്ദർഭത്തിൽ കടന്നുകൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ എളമ്പള്ളി ശാരദ ഫെലോഷിപ്പിലെ പാസ്റ്റർ സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോയി ഇപ്പോൾ ചില വാക്കുകൾ ആശ്വാസവചനങ്ങൾ പറയും. ദൈവനാമത്തിൽ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ദുഃഖവും വേദനകളും നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവമാണ്. 1921 ഞാൻ പ്രദേശപ്പെട്ട പേരുള്ളത്. 21 മഴക്കാല വേദത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ചെറുപ്പക്കാരുമായി ഈ പ്രദേശത്ത് കിടന്നു വന്ന ഭവനങ്ങൾ സന്ദർശിക്കുകയും ലഘുലേഖകൾ ചെയ്യുകയും അനൻഷനിലും മറ്റു പല ഭാഗങ്ങളിലും പരിശോധന ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കുഞ്ഞാണ്. ഒരു ശബ്ദം കേട്ടാലും ഒരു സുവിശേഷത്തിൻ്റെ ശബ്ദം ഉണ്ടായാലും അവിടെ നിന്ന് കേൾക്കും. വൈകിവേളയിൽ ഞങ്ങൾ മനസ്സിലാക്കി കടന്നു പോകും. കർത്താവിന്റെ പാദത്തിലേക്ക് ലഭിക്കാമെന്ന് മുമ്പോഴത്തേക്ക് 76 ഞാൻ ഇവിടുന്ന് സുവിശേഷത്തിലേക്ക് കടന്നു പോകും. 76 മുതൽ തൃക്കണ്ണൂരിൽ കർത്താവിന്റെ പേരോട് ആയിരിക്കുമ്പോഴും
ഇവിടെയൊക്കെ കുഞ്ഞിച്ചാനെ കാണുകയും കുഞ്ഞിച്ചാനുള്ള ബന്ധത്തിൽ വലിയൊരു ദൗത്യം കുഞ്ഞിച്ചാനുണ്ടായിരുന്നു. ആ ദൗത്യം കുഞ്ഞിച്ചാൻ ചെയ്തിട്ടുണ്ട്. എവിടെ പോയാലും കാണും. എവിടെ പോയാലും ഒരു ആവുന്ന കാലം വരെ ഒരു അല്പം പോലും സമയം മെനക്കെട്ട് വീട്ടിലിരിക്കാതെ അതിന് നിലയനുസരിച്ച് സുവിശേഷത്തിന് വേണ്ടി താൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന സമൂഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് പ്രവർത്തിക്കാൻ ആവശ്യമാണ് സകല വഴികൾ ദൈവം ഒരുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനാണ് ദൈവം. കുഞ്ഞിച്ചാന് ദൈവമായ പിതാവ് അത്ഭുതകരമായ നിലയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ദുഃഖവും വേദനകളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. ആമേൻ. ദൈവത്തിന്റെ ഭാരപ്പെടുത്തേക്ക് എത്തിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുന്നതുമായ നമ്മുടെ ജീവിതത്തിൽ അവൻ ദുഃഖം കടന്നിട്ട് കിടക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഭാഗത്ത് ആമേൻ മരണത്തിന്റെ ദുഃഖത്തിന്റെ വേദനകൾ മാറുന്ന എപ്പോഴാണ് ഉയർപ്പിൻ പുൽപ്പുരയിൽ നമ്മുടെ പ്രിയപ്പെട്ട കാണുന്ന പ്രത്യാശ നമ്മുടെ അകത്തുള്ളതുകൊണ്ടാണ് നമ്മൾ അലമുറയിട്ട് കഴിയാത്തത്. ഉയർപ്പിൻ പുൽപ്പുരയിൽ നമ്മുടെ പ്രിയപിതാവിനെ തേജസ്സോടുകൂടിയ ശരീരത്തോടുകൂടി ആ ദൈവികമാകുന്ന വെളിച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാനുള്ള പ്രത്യാശ നമ്മുടെ അകത്തുള്ളതുകൊണ്ടാണ്. നമ്മള് ഈ കിടക്കുന്ന ശരീരമല്ല, ഒരു പുത്തൻ ശരീരം, ഒരു പുത്തൻ അനുഭവം, ഒരു പുത്തൻ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ഒരുമിച്ച് കണ്ട് സന്തോഷിക്കുന്ന, ഒരുമിച്ച് കണ്ട് ആനന്ദിക്കുന്ന ഒരു സുപ്രധാന ദിവസം നമുക്കുണ്ട്. ആ ദിവസം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഭാരപ്പെടാതെ വേദനകൾ നമ്മുടെ അകത്ത് അവൻ നടന്നിട്ടുമ്പോഴും പ്രത്യാശയുടെ പാട്ടുകൾ പാടി പ്രത്യാശയുടെ വചനം നമ്മൾ ധ്യാനിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങൾ. ആ അവസരം നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള നാളുകൾ അനുഗ്രഹമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ മരണവും ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. നിയമനമാണ്. ഒരു ഔദ്യോഗിക നിലയനുസരിച്ച് ഒരാളെ നമ്മൾ നിയമിക്കുമ്പോൾ മരണം ദൈവം നിശ്ചയിച്ചതാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യരെ നിയമിച്ച ആ ഭാഗം ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചു. ക്രിസ്തുവിൽ മാറുന്ന അദ്ദേഹം അവൻ നിത്യത വിശ്രമിക്കുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയുന്നതൊന്നും അദ്ദേഹം കേൾക്കുന്നില്ല, നമ്മൾ പ്രസ്താവിക്കുന്നതൊന്നും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. എന്നാൽ നമ്മൾക്ക് ഇവിടെ ശുശ്രൂഷയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമായിരിക്കാനും ദൈവമായ സഹായിക്കട്ടെ. വൈകിയവരെ ഞാൻ ഇവിടെ നിൽക്കേണ്ടതാണ്. എന്നാൽ എനിക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു ശുശ്രൂഷ എന്റെ സഭയിലുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ വാക്കുകളുണ്ട് അവസാനിപ്പിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഉൾപ്പെടെ നിൽക്കുന്നതായ പള്ളിക്കൽ സഭയിലുള്ള എല്ലാ വിശ്വാസത്തെയും എന്റെ കുടുംബത്തിന്റെയും സകല അനുശോചനങ്ങളും പ്രത്യാശകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ലഭിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിയുടെ അവസരത്തോടെ പ്രിയ അച്ഛനോട് നന്ദിയും പ്രകടിപ്പിക്കുന്നു. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലേയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലേയും നാളുകൾ നമ്മുടെ ആദികൾ Hallelujah.
അനുശോചനങ്ങളോ അറിയിക്കണമെങ്കിൽ നിശ്ചയമായും അതേ സമയമില്ലാതെ കടന്നുകൊണ്ടിട്ടുള്ള പ്രിയപ്പെട്ടവരെ താല്പര്യപ്പെടുന്നവരെ പ്രകടിപ്പിക്കാനുള്ള സമയമുണ്ട്. ഏറ്റവും ഒടുവിൽ തിരക്ക് കൂട്ടുമ്പോൾ പലരും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം വരും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാതെ അനുശോചനമോ ആശ്വാസവചനങ്ങളൊക്കെ പറയാനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത്. കടന്നിട്ടുള്ളവർ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ അത് മുന്നോട്ട് കടന്നു വേണമെന്ന് ഓർപ്പിക്കുന്നു. പേര് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന്റെ പേരുകൾ എടുത്ത് പറയാനായിട്ട് കഴിയുന്നില്ല. താല്പര്യമുള്ളവർ മുമ്പോട്ട് കടന്നു വന്നാൽ അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ പ്രിയ ജോൺസൺ വൈദ്യന് ഇപ്പോൾ അനുശോചനമായിരിക്കും. പ്രിയ ദൈവജനമേ, പ്രിയ വിചാരണ സ്നേഹിതമാണ്, ബഹുമാനമുള്ളവരെ, ചുറ്റുപാടുള്ളവരെ, ദേശവാസികളെ, തികച്ചും മനുഷ്യമായിട്ടും മനുഷ്യന്റെ പരമാവധി ദുഃഖമുളവാക്കുന്നു. ഈ അച്ഛൻ്റെ പരമാവധി ദുഃഖം ഉളവാക്കുന്നു. എങ്കിലും എൻ്റെ ആത്മീയ ഗുരുവായിരുന്ന പ്രിയ തിരുച്ചാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടത് ജലത്തിനായും സ്തോത്രം ചെയ്യണം എന്നുള്ള തിരുവചന പ്രകാരം എന്നെ സ്തോത്രം പറയാൻ പഠിപ്പിച്ച ഈ പ്രിയാപ്പൻ തിരുത്തിക്കര ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ആകർഷിൻ്റെയും അമ്മച്ചിയുടെയും തിരുത്തിക്കര ഇടവകയിലെ കടന്നുപോയ
പ്രായമുള്ള അപ്പച്ചന്മാരുടെയും അമ്മച്ചന്മാരുടെയും കൂടെ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയതായ സാന്നിധ്യത്തിനുള്ളിൽ ഒരു വലിയ വേല തിരിച്ചെടുക്കുവാൻ പ്രിയ അപ്പച്ചനെ കഴിഞ്ഞു. അത് വളരെ സന്തോഷത്തോടെ ഓർക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു സുവിശേഷകനെയോ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകനായിരിക്കുന്നവരെയോ എങ്ങനെയാണ് നാം ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളത് എന്നെ പഠിപ്പിച്ച ഒരു പ്രിയ അപ്പച്ചൻ കൂടിയാണ് ഇത്. അതുകൊണ്ട് തികച്ചും എനിക്ക് മാനസിക രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ദുഃഖം ഉളവാക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ അപ്പച്ചനെ എനിക്ക് വീണ്ടും കാണാം എന്നുള്ള ഒരു പ്രത്യാശയുള്ളതുകൊണ്ട് ഞാനും നിങ്ങളോടുകൂടി കർത്താവിൽ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നാള് ഈ അപ്പച്ചൻ്റെ അവസാനത്തെ ആശീർവാദം കേട്ട് ഈ ഭവനത്തിൽ നിന്ന് മടങ്ങുവാൻ തിരുത്തിക്കര ഇടവകയിലെ ഏകദേശം 12 പേർക്ക് സാധിച്ചു. അതിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. കാരണം അപ്പച്ചനെ ഒന്ന് കാണുവാനായിട്ടും അപ്പച്ചന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും പ്രിയ അമ്മച്ചയെ ബലപ്പെടുത്തുവാനായിട്ടും സഹോദര കുടുംബങ്ങളെയും സഹോദരി കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ജയിലിലായിരിക്കുന്ന പ്രിയ സേവലിയെയും ജോൺസന്റെ കുടുംബമായ ലിനിയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ആശ്വസിപ്പാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നു. ജോൺസൺ തക്കസമയത്ത് ഇവിടെ എത്തി. ഇപ്പോൾ തന്നെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇടവേള വികാരി സമയത്ത് എത്തി. പ്രിയ ശുശ്രൂഷകരോടും സേവന്മാരോടും കിടന്നു വന്ന പ്രിയപ്പെട്ടവരും ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചുവരുന്ന പ്രിയ ദാസന്റേതായ ഈ അവസാന ശുശ്രൂഷകൾ നടത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവശ്യത വലിയ സാവകാശത്തെ മാറുന്നു. ഈ പ്രിയ അപ്പച്ചൻ കാണിച്ചിരിക്കുന്ന നല്ല മാതൃക എനിക്കും പിൻപറ്റി ഇതൊരു നല്ല അന്നം പ്രാപിപ്പാൻ എന്റെ കർത്താവ് എന്നെ ഇടയാക്കട്ടെ, കടന്നു വരുന്നവരെ ഇടയാക്കട്ടെ. ഇനിയും അപ്പച്ചനെ സ്നേഹിക്കുകയും അപ്പച്ചൻ കരുതുകയും അപ്പച്ചൻ അതായത് ദൂരമായ രീതിയിൽ സുവിശേഷകനായിരുന്നപ്പോൾ ദൈവജനം പറഞ്ഞു കൊടുക്കുക എല്ലാ മക്കളും അപ്രകാരം ഒരുങ്ങാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ ഭാര്യ കുടുംബത്തിന്റെയും ഒക്കെ ദുഃഖം ഈ ഭവനത്തെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവിനെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അനവധി വർഷം ഇവിടെ സുവിശേഷകനായി താമസിച്ച് പ്രവർത്തിച്ചതായിട്ടുള്ള ഈ വീടുമായിട്ടും പ്രിയ കുഞ്ഞുസായനുമായിട്ടൊക്കെ വളരെയധികം അടുത്തിടപെട്ടതായിട്ടുള്ള സുവിശേഷകൻ സജീവ് നമ്മുടെ മധ്യത്തിലുള്ള അദ്ദേഹം ഇപ്പോൾ ആശ്വാസവചനങ്ങൾ അറിയിക്കുന്നതാണ്. ദൈവത്തിന്റെ അധികൃതനാമമായിട്ട് പെരുമാറാൻ പ്രിയ ഭാരതത്തിൽ അച്ഛൻ ഓർപ്പിച്ചതുപോലെ 2004 മുതൽ 2005 മുതൽ 10 വരെ എനിക്ക് ഈ പ്രദേശത്ത് ബഹുമാനപ്പെട്ട ഗീവർഗീസ് സ്വദേശിയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വെളുപ്പുകൾ പോലും പലപ്പോഴും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവം അതായത് എന്നോട് ചേർന്ന് ജീവിപ്പാനൊക്കെ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഇവിടെ ജോൺസൺ പറഞ്ഞതുപോലെ തന്നെ അതേ ഉപദേശിയുടെ നല്ല കാഴ്ചപ്പാടുകൾ എനിക്ക് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ എനിക്ക് പകർത്തിയെടുക്കുവാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ ചെയ്തതിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇവിടെ ഞാൻ 2005 കടന്നു വരുമ്പോൾ ഞാനും എന്റെ ഭാര്യയും മാത്രമായിരുന്നു. എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദാനമായി തന്നു. എന്നാൽ അവിടെ ജനനത്തിൽ തന്നെ ഒരു ഓപ്പറേഷന് വിധേയനാകേണ്ടി വന്നു. എന്നാൽ ഞങ്ങള് ഭവനത്തില് ഒട്ടും വിശ്രമിക്കാതെ തന്നെ ഈ പ്രദേശത്ത് മധ്യ മെമ്മോറിയൽ യൂത്ത് സെന്റർ അവിടെ വന്ന് താമസിക്കുകയും പ്രിയ അപ്പച്ചന്റെയും അതുപോലെ തന്നെ അപ്പച്ചന്റെ സഹോദരൻ പ്രിയ അച്ഛന്റെ ഒക്കെ സ്നേഹവും ആ കരുതലും ധാരാളം അനുഭവിക്കാനും ഈ ദേശത്ത് കർത്താവിന്റെ സാക്ഷ്യം ലഭിക്കാനൊക്കെ എന്റെ കർത്താവിനെ സഹായിച്ചത് ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അപ്പച്ചന്റെ ജീവിതം പലപ്പോഴും അത് വിഘ്നങ്ങൾ തടസ്സങ്ങളൊക്കെ കടന്നു വന്ന ഒന്നായിരുന്നു. എന്നാൽ അപ്പച്ചൻ അതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് അത് കർത്താവിന്റെ ശുശ്രൂഷയിൽ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് മുന്നേറുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കഥ, ഒരു സാൽമൺ മത്സ്യത്തിന്റെ കഥ കേട്ടിട്ടുണ്ട്. ഈ മത്സ്യം അത് ജനിക്കുന്നത് കായൽ തീരത്താണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ മത്സ്യം ജനിച്ചു വളർന്ന് അത് നീന്തുവാനായിട്ട് പ്രായമാകുമ്പോൾ അത് ഉൾക്കടലിലേക്ക് പോകുമത്രേ. എന്നാൽ അനേക നാളുകള് ഉൾക്കടലില് അത് സഞ്ചരിച്ച് അതിൻ്റെതായിട്ടുള്ള വളർച്ചയൊക്കെ പ്രാപിച്ച് അതിൻ്റെതായിട്ടുള്ള വിശ്രമ സമയത്ത് അത് കായൽ തീരത്തേക്ക് മടങ്ങി വരുന്നൊക്കെ. ദൈവത്തിന് സ്തോത്രം. എന്റെയും പ്രദേശത്ത് പ്രിയ അപ്പച്ചനും അപ്പച്ചന്റെ പ്രിയ മകൾ എൽസികസ്മിയും കടന്നു വന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ്.
ആമേൻ. എല്ലാ ദിവസവും ഏകദേശം 9-10 മണിയാകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആ പ്രാർത്ഥനയിൽ അപ്പച്ചൻ കടന്നു വരികയും എന്റെ മകനോട് ഒരുമിച്ച് അപ്പച്ചൻ പല ഉല്ലാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പച്ചന്റെ കയ്യിൽ അന്ന് വടിയിലായിരുന്നു. പിന്നീട് അപ്പച്ചൻ വടിയുമായിട്ട് കടന്നു വരുമ്പോൾ എന്റെ മകൻ ഒരു പായ പിടിച്ച് അവിടെ കിടക്കുകയും അവനെ ലാളിക്കുകയും ചെയ്യുന്നത് ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുമായിരുന്നു. എന്റെ വലിയ അപ്പച്ചന്മാര് രണ്ടുപേരും ഞാൻ ധാരാളമായിട്ട് അവരുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുദേശിയുടെ സ്നേഹം ധാരാളമായിട്ട് എന്റെ മകനും എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും അനുഭവക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ ദൈവത്തിന് നാമത്തെ അതെ അപ്പച്ചന്റെ അനന്യമായ ജീവിതം നല്ലൊരു കാഴ്ചയോടായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിനത്തിൽ ആവേണ്ടത് ഞാനും ഞങ്ങളുടെ കുടുംബമായിട്ട് കടന്നു വന്നു. അപ്പച്ചൻ ഞങ്ങൾക്ക് അതെ ആ പ്രാർത്ഥനയുടെ ഭയങ്കരം തന്നെ തരികയുമായിരുന്നു. അതിനാൽ പറയുവാൻ എപ്പോഴൊക്കെ കർത്താവ് ചെയ്തു. അപ്പച്ചനോട് ഞാൻ അവൻ ഇപ്രകാരം ചോദിച്ചു, അപ്പച്ച ഞാൻ എന്താണ് അപ്പച്ചൻ സംസാരിക്കുവാനായിട്ട് എന്തെങ്കിലും വാക്യം എന്നോട്. എന്നാൽ ഞാൻ ഇപ്രകാരം ഒരു വാക്യം 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ അതുകൊണ്ടുള്ളതായ വാക്യങ്ങൾ ഞാൻ അപ്പച്ചനെ എന്റെ മനസ്സിൽ കൂടെയുള്ളതായ ഓർമ്മകളിൽ നിന്നും പറഞ്ഞ് കേൾപ്പിക്കുവാനായിട്ട് ഏൽക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഞാൻ കടമെടുത്ത ഇപ്രകാരം പറഞ്ഞു. ഞാൻ നല്ല ഓർത്തെടുത്തു. വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറയുക കാത്തെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ആ മരണത്തിന്റെ അവസാന നാളുകളില്ല കാത്തു എന്ന് പറയുവാൻ തന്റെ ഭക്തരുടെ ഞാൻ ദൈവത്തെ സ്തുതി ഇന്ത്യയിലേക്ക് ആ 16-ാം സങ്കീർത്തനം വാക്യം പറയാം. ഒന്നും മതിയായതല്ല. പ്രിയ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമാണെന്നുള്ള ഞാൻ പറയട്ടെ. നാലുള്ള ഭവനത്തിന്റെ കുടുംബങ്ങളുണ്ട്, 9 സഹോദരങ്ങളുണ്ട്. പ്രശ്ന അവിടെ എല്ലാവരുടെയും ഒരു സഹോദരൻ പോലെ കുടുംബമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ എല്ലാം എനിക്ക് കൂട്ടായ്മയുടെ ഭാഗം ദൈവാൻ പ്രിയ അപ്പച്ചനോട് ദൈവം എടുത്ത് ഉപയോഗിച്ചു. ഒരു പരിശീലനം ലഭിക്കാതിരുന്ന എനിക്ക് എന്റെ ജീവിതത്തിൽ അപ്പച്ചനായിരുന്നു. അവന്റെ ഒരു വലിയ മാതൃക. എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. അവന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പച്ചന്റെ വിശ്രമ ജീവിതം ഏറ്റവും ധന്യകരമായി തീരട്ടെ. ആ ദാനിയേൽ പുസ്തകം അധ്യായത്തിന്റെ മരത്തിൽ പറയുന്നു, ആമേൻ. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശങ്ങളെ പോലെയൊന്നും ശോഭിക്കും. യോഗ്യ പേരും എന്നും വന്നേക്കും. അതെ ചരിത്ര നാളുകളിൽ എന്നും മറയാതെ ശോഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും. പ്രിയാമശിയെ ആമേന്റെ പ്രാർത്ഥനയിൽ വഹിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു. കുടുംബത്തോടുള്ള ബന്ധത്തിൽ എന്റേതായ എന്റെ പിതാവ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ ആശ്ലേഷണം അനുസരണ വാക്കുകൾ പറയണമെന്ന് പറയുകയുണ്ടായി. ആ വാക്കുകളിൽ അദ്ദേഹത്തെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നമ്മെ അനുഗ്രഹിക്കുന്നു. ആ വാതിക്കൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ടതിന് ശേഷം സൗകര്യമായ സ്ഥാനത്തോട്ട് മാറി നിൽക്കണം. പുറത്ത് കാണുവാനായിട്ട് വരുന്ന ആളുകൾക്ക് സൗകര്യം കാട്ടി കൊടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. അതൊക്കെ സ്വയം നിങ്ങൾ തന്നെ പരിമിതികൾ മനസ്സിലാക്കി സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. മിഷൻസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മിസ്റ്റർ രാജൻ നമ്മുടെ സന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ. ഭാഗമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വന്നു. ആശ്വാസവാദനങ്ങൾ അറിയിക്കാനായിട്ട് അദ്ദേഹത്തിന് അവസരമുണ്ട്. അദ്ദേഹത്തെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാനും പ്രിയപിതാവിന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനും ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നീണ്ട 90 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഈ പ്രദേശത്തും ദേശങ്ങളിലൊക്കെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതൃക കാഴ്ചവെക്കുവാനും പ്രിയപ്പെട്ട പിതാവിന് ദൈവം ഒരുക്കിയ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകും. എത്ര വലിയ ദീർഘദൃഷ്ടിയോടും കാഴ്ചപ്പാടോടും കൂടെ ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പച്ചന് ജീവിക്കുവാൻ ഈ ലോകത്തിൽ സാധിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യാശയുടെ സ്വീകാരം എന്റെ കർത്താവ് തന്നേച്ചു പോയതായ ആ പ്രത്യാശയുടെ സ്വീകാരം നമ്മള് ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയ പിതാവ് നമ്മളിൽ നിന്നും വിട്ടുപോയി. എന്നാൽ നാം ഇത് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇത് കർത്താവ് ലോകത്തിന് തന്നതായിട്ടുള്ള ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം. ആ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക.
ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, ജീവിതത്തിന്റെ അന്ത്യ നാൾ വരെയും ആ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രിയ പിതാവിന് ദൈവം അവസരം ഒരുക്കിയെങ്കിൽ ആ ഒരു പാത പിന്തുടരുവാൻ ദൈവം നമുക്ക് വേണ്ടി മാതൃക വെച്ചു പോയിരിക്കാവുന്നു പ്രിയ പിതാവിലൂടെ. ഇത് നമ്മൾ വാസ്തവമായി മനസ്സിലാക്കേണ്ടതാകുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ വീണ്ടും മടങ്ങി വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്താവുന്ന വാഗ്ദത്തം ചെയ്തവൻ എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മളത് വ്യക്തമായി മനസ്സിലായി. ഈ ലോകത്തിൽ ഒരു വ്യക്തി ജീവിതമോ ഒരു മറ്റ് ആരും പറയാത്ത ഒരു വാക്ക് കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ആ പ്രത്യാശയുടെ സ്വീകാരമാണ് നാം മുറുകെ പിടിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. എനിക്ക് ലഭിച്ചു കഴിഞ്ഞോ എന്നോ അതോ ഞാൻ തികഞ്ഞവനായി തീർന്നോ എന്നല്ല, പിന്നെയോ ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടു, അതിനാൽ എനിക്കും അവനെ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഇന്ന് ഓടുന്നതേ ഉള്ളൂ. ഇത് വിശ്വാസികളായ നമുക്ക് ദൈവം തന്നതായിട്ടുള്ള വാഗ്ദത്തമാണ്. കർത്താവിനാൽ പിടിക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങൾ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തി ജീവിതങ്ങൾ നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്രത്യാശ. ആ പ്രത്യാശയുടെ സ്വീകാരം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ വാഗ്ദത്തം ചെയ്തവൻ, ഇത് വാഗ്ദത്തം ചെയ്തവൻ അവൻ വിശ്വസ്തനാണ്. അവൻ നമ്മളെ വഴിയിൽ ഇട്ട് കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. എനിക്ക് വേണ്ടി ഇടം ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇടം ഒരുക്കി തരുന്ന ദൈവം തന്നെയാണ്. സ്തോത്രം. എന്റെ കർത്താവ് മടങ്ങി വരും. തന്റെ വൃതന്മാരെ ചേർക്കുവാൻ, വിശ്വാസത്തോടെ വിശ്വാസത്തിൽ ജീവിച്ചിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ എന്റെ കർത്താവ് വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ക്രിസ്തു യേശുവിലൂടെ ജീവൻ പ്രാപിച്ച വ്യക്തി ജീവിതങ്ങൾ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരുമായിരിക്കുന്നില്ല, ജീവനോടെ ശേഷിക്കുന്ന യേശു ക്രിസ്തു അകത്ത് വന്ന് ജീവൻ പ്രാപിച്ച വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ എന്റെ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കേൾക്കുന്ന ദൈവജനമേ, നമ്മളിത് വാസ്തവമായി വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതും നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രത്യാശയുടെ സ്വീകാരം, കർത്താവ് തന്നേച്ചു പോയ പ്രത്യാശയുടെ സ്വീകാരം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന് നേടി ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. മിഷൻസ് ഇന്ത്യ എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ഈ പ്രിയപ്പെട്ട തങ്കച്ചാനുള്ള ബന്ധത്തിലും എനിക്കിവിടെ കടന്നു വരുവാൻ സമയം തന്നോർത്ത് സ്തോത്രം. ഇത്രയും പറയുവാൻ ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുവാൻ അവസരം ഒരുക്കി തന്നതിനു വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല അപ്പച്ച, കർത്താവേ, പ്രിയ പിതാവുമായിട്ടുള്ള വേർപാടിന്റെ ബന്ധത്തിൽ ഞങ്ങൾക്കിവിടെ കടന്നു വരുവാൻ നീ തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ 90 വർഷക്കാലം വളരെ മാതൃകാപരമായി അനേകരെ ഹല്ലേലൂയ സ്വർഗത്തിന്റെ അനുഭവത്തിൽ, നിത്യരാജ്യത്തിന്റെ അനുഭവത്തിൽ ചേർക്കുവാൻ പ്രിയപ്പെട്ട ദാസനതി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഈ പ്രിയപ്പെട്ട പിതാവ് ഞങ്ങളിൽ നിന്നും ഇവിടെ നിന്നും യാത്രയാകുമ്പോൾ, ഈ ലോകത്തിൽ നിന്നും ഈ ഭൗതികമായ ശരീരം യാത്രയാകുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് വെച്ചിട്ട് പോയ ആ പാത അത് പിന്തുടരുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഇനി ഈ പിതാവ് ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് കാണുകയില്ല, എന്നാൽ ഞങ്ങൾ പിതാവായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ ദൈവമേ ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നിവിടെ നടക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകളെ ഒന്നൊന്നായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ അവിടുത്തെ അഭിഷക്തന്മാരെ നീ ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെ അവിടുന്ന് നിയന്ത്രിച്ചുകൊള്ളുമാറാകണമേ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയയപ്പ് പ്രിയ പിതാവിന് കൊടുക്കുവാൻ കർത്താവേ, ഭവനവാസികൾക്ക്, മക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ചാർച്ചക്കാർക്ക് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും എന്റെ അപ്പന്റെ കരം ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിറച്ചാട്ടെ. മക്കളുമാരെ നീ ബലപ്പെടുത്തണമേ കർത്താവേ, നീ ശക്തീകരിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ എത്ര സമാധാന വാക്കുകൾ പറഞ്ഞാലും അത് മതിവരികയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാൻ കർത്താവേ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ആ ഉയരത്തിലെ പരമസമാ
സമാധാനം കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിറച്ചാട്ടെ. മാനവും മഹത്വന്റെ അപ്പച്ചനിരിക്കട്ടെ. സകല അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു മശിഹായുടെ വിലയേറിയ നാമത്തിൽ തന്നെ. ഗ്രേസിൽ പോലെ അനുശോചനം അറിയിക്കും. അതിനായിട്ട് പ്രിയവാസിയെ ക്ഷണിക്കുന്നു. ഈ വാത്സല്യ പിതാവുമായിട്ട് ഈ കടമനാടിന്റെ പ്രദേശത്തെ കഴിഞ്ഞ 38 വർഷക്കാലം കൊണ്ട് ഞാൻ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനുപരിയായിട്ട് അതിന് മുൻപേ തന്നെ അന്നളം മുടിയോണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടം ഞാനൊരു യൗവനകാലത്തിൻ്റെ പ്രിയപ്പെട്ട വാത്സല്യ പിതാവുമായിട്ട് പല കൂട്ടായ്മകളിൽ സംബന്ധിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ ദേശത്തിന് കടന്നു ഒരു ഇടയായിട്ട്. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിൽ അന്ന് മുതൽ വാത്സല്യ പിതാവിൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ തീഷ്ണത എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആത്മധൈര്യം പകരുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ധീരതയോട് സുവിശേഷം അറിയിക്കാൻ വചനം ആധികാരികമായിട്ട് വിളിച്ചു പറയുന്ന ഒരു ധീര പടയാളിയായിട്ട് പ്രിയപ്പെട്ട പിതാവിൻ്റെ ഓരോ വാക്കുകളും കേൾക്കുവാനായി സാധിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും എൻ്റെ ഹൃദയത്തിന് വലിയ ആത്മധൈര്യവും പ്രചോദനവും എനിക്ക് നൽകിയ സന്ദർഭങ്ങളുണ്ട്. പിതാവിൻ്റെ അനേക മാതൃകകൾ എൻ്റെ ജീവിതത്തിലും എനിക്ക് അവകാശമാക്കി എടുക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു. ഒരു കണ്ട നാൾ മുതൽ ഒരു മകളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു പിതാവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ മാസം 4-ാം ശനിയാഴ്ചയും ഇവിടെ വരുമ്പോൾ വന്ന് എൻ്റെ വീട്ടിലുള്ള സകലരുടെയും കാര്യങ്ങൾ, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുകയും അതറിയുവാനുള്ള വാഞ്ച, കേൾവിക്ക് ചില കുറവുണ്ട്, കാഴ്ചയ്ക്ക് ചില കുറവുണ്ടെങ്കിലും എല്ലാം അറിയാനുള്ള ഒരു വാഞ്ച ഈ പ്രിയ പിതാവിനുണ്ട്. അത് മാത്രവുമല്ല, അവരോടൊക്കെ പ്രാർത്ഥിപ്പാനുള്ള ഉത്സാഹവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ 90 വയസ്സ് വരെ ജീവിക്കുവാനും മക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരങ്ങൾക്കും ദേശത്തിനും വിശേഷിച്ച് ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എപ്പോഴും പറയാറുണ്ട്, ഈ കുടുംബത്തിലേറിയ വെല്ലുവിളികളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു. എൻ്റെ കുടുംബത്തിലെല്ലാവരെയും കർത്താവിന്റെ ഒരുക്കിയെടുത്തിട്ടുണ്ട് എന്ന പ്രാഗൽഭ്യത്തോടും ദൈവസ്ഥയുടെ അവകാശത്തോടും കൂടെ പറയുന്ന പല വാക്കുകളും പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും കേൾക്കാറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ജീവിതത്തിൽ നല്ലവർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിപ്പാനായി താൻ പ്രിയം വെച്ച ഭവനത്തിലേക്ക് കർത്താവിന്റെ മുമ്പിൽ കടന്നു പോകുവാൻ പ്രിയപ്പെട്ട പിതാവിനെ കർത്താവ് ഒരുക്കിയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ പ്രിയ പിതാവിന്റെ നല്ല മാതൃകകളെ അനുകരിച്ചുകൊണ്ട് വരുന്ന നാളുകളിൽ കർത്താവിന്റെ എത്ര നാൾ കർത്താവ് ഭൂമിയിൽ തരുന്നുവോ അത്രത്തോളം കർത്താവിന് വേല ചെയ്യുവാൻ ഒരു ഒരുക്കം ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കൃപയാൽ കർത്താവ് എനിക്ക് അവസരങ്ങൾ തന്നു. ഈ ദുഃഖത്തിൽ വേദനയോടിക്കുന്ന കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പരിശുദ്ധനായ നമ്മുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാരനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 90 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ എന്റെ വായിക്കുന്ന പ്രിയപ്പെട്ടവരാണെന്ന് കയറുവാൻ ചെയ്യുന്നു. ജീവിതത്തിന്റെ പരിശോധനകളുടെയും വെല്ലുവിളികളെയും വേണ്ടി ഇറങ്ങി തിരിച്ച് കർത്താവെ പട്ടിണിയും കൈതാഹങ്ങളും വേദനകളും സഹിച്ച് ധീരതയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ആയിരങ്ങളെ കർത്താവിന് വേണ്ടി ഒരുക്കെടുക്കാനുള്ള കൃപ പിതാവിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയെങ്കിൽ ഇന്ന് ഈ ഭൂമിയുടെ മുഖത്ത് ദൈവത്തിന്റെ വാക്യത്തെ പോലെ നീ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചടക്കപ്പെടുമെന്നുള്ള ആ വാക്യത്തെ ആത്മീയമായി വലിയ മക്കളെ ദൈവസ്നേഹം കൊണ്ടുവരുവാൻ ഭൗതികമായ തലമുറകളുടെ നന്മകൾ അനുഭവിച്ച് ദൈവത്തിന് മഹത്വം കരച്ചുവാൻ എത്രത്തോളം ത്യാഗം സഹിച്ചുവോ അത്രത്തോളം നന്മയും ഭൂമിയിൽ അനുഭവിക്കുവാൻ ഈ പിതാവിന്റെ ജീവിതത്തിൽ സ്തോത്രം ചെയ്യുന്നു. വേണ്ടി ഒരുക്കപ്പെട്ട നിത്യമായ ഭാരത്തിന്റെ വഴി പൂർത്തീകരിച്ചപ്പോൾ കർത്താവേ നീയോടേക്ക് വിളിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രിയ പിതാവ് ഞങ്ങൾക്ക് ഭൂമിയിൽ കാണിച്ചു തന്നിട്ടുള്ള ഓരോ നല്ല മാതൃകകളും ഞങ്ങളുടെ ജീവിതത്തിൽ അവകാശമാക്കിക്കൊണ്ട് ഞങ്ങളുടെ കാഴ്ചയുടെ പിന്തുടരുവാൻ ഞങ്ങളെ വിശ്വാസം നടത്തിയവരെ ഓർത്തുകൊണ്ട് അവരുടെ നല്ല മാതൃക അനുകരിച്ചുകൊണ്ട്